ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇത് അങ്ങോട്ട് വിഷയം വന്നിട്ട് തിരിച്ച് ഓഫായി പോയോ? ഞാൻ ക്രിസ്മസ് ആയപ്പോ ഞാൻ ഇലക്ഷന്റെ വോട്ട് പിടിക്കാൻ വന്നു. വെൽക്കം. യെസ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു കൺഗ്രാറ്റ്സ് കൊടുക്കുവാണ്. ബബ ഫിലിം നല്ല അടിപൊളിയായിട്ട് തിയേറ്ററിൽ റൺ ചെയ്യുന്നു. ഹായ്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തുറക്കുമ്പോ ഒരാളകത്ത് നിന്നിട്ട് തുറന്നോട്ടെ ഇതൊക്കെ. ജയിച്ചതിൽ സന്തോഷങ്ങളുപരി നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളെ വീട്ടിലൊരാള് ജയിക്കുക എന്നുള്ളാവില്ല. പൊസിഷൻ എങ്ങനെയാണോ? ഇത് കാല് സ്ട്രെയിറ്റ് ആ, പോയിന്റഡ് ആയിരിക്കണം. ഓക്കെ. എന്നിട്ട് കയ്യിൽ പൊങ്ങ്. ആ, ഇനി ഇവിടെ പോകും അവിടെ. ഹാപ്പി ക്രിസ്മസ്. യെസ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടോ വരുന്നേ. ആണല്ലേ? നമ്മള് നമ്മുടെ ഹോട്ടലിലാണല്ലോ വന്നിട്ടുള്ളത്. ഹോട്ടലിൽ വന്നിട്ടുള്ളത് അവിടെ വന്നേ. ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നേ. Happy peanut butter, a healthy source of protein. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇത് അങ്ങോട്ട് വിഷയം വന്നിട്ട് തിരിച്ച് ഓഫായി പോയോ? ഞാൻ വായോ. ആ ഡോർ അടച്ചേക്ക്. പുറത്ത് പണി വർക്ക് നടക്കുന്നുണ്ട് അല്ലേ? അതൊക്കെയുള്ള സ്പേസ് ആണല്ലോ. ഇതൊരു സ്വന്തം സ്പേസ് ആണ് ആക്ച്വലി. താമസം ഇവിടെ എവിടെയല്ല. താമസം ഇവിടെ ജസ്റ്റ് മുകളിലത്തെ ഫ്ലോറിലാണ്. അമ്മയും വീട് എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ. ഇവിടെ എന്റെ ബാൻഡ് മെമ്പേഴ്സ് വരുമ്പോ പ്രാക്ടീസ് ചെയ്യാനും പിന്നെ എഡിറ്റും ഒക്കെ ഇങ്ങനെ. വിഷ്വൽ ട്രീറ്റിങ്ങൾ ഭയങ്കര സ്മെൽ, നല്ല സ്മെല്ലാണ്. ഇവിടെ എല്ലാവരും പറയണ അറിയാം, സ്മെല്ല് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും, അമ്മയ്ക്കും അതെ കേട്ടോ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും നല്ല എനർജി ഉണ്ടാവും. ഒരു ആശ്രമം അല്ലെങ്കിൽ നമ്മുടെ റിസോർട്ടൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ്. ഞാനിപ്പോ ആ ഒരു വൈബിലാ പോയിക്കൊണ്ടിരിക്കണ, ഒരു സന്യാസിനി വൈബില്. ഇല്ല, അത് കുറച്ച് പോയി തിരിച്ചു വന്നതാ. ട്രാക്ക് കഴിഞ്ഞിട്ട് ഉണ്ട്. ക്രിസ്മസ് എന്താ കുറച്ചുകൂടി സ്പെഷ്യൽ ആവാറുള്ള? ക്രിസ്മസ് അത്ര വലിയ സ്പെഷ്യൽ എന്ന് പറയാനാണെങ്കിൽ ആക്ച്വലി ഞാനൊരു പകുതി ക്രിസ്ത്യാനിയാണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അറിയാം. അമ്മയുടെ പണ്ട് അപ്പാപ്പനും അമ്മാമ്മയൊക്കെ ഉള്ള സമയത്ത്, വല്യമ്മമാരും എല്ലാവരും ഉള്ള സമയത്ത് ഞങ്ങൾക്ക് വലിയ ആഘോഷമായിരുന്നു. ഞങ്ങൾ നാട്ടിൽ പോകും. അവിടെ ശരിക്കും നല്ല ക്രിസ്ത്യാനി ക്രിസ്മസ് കൂടും. അമ്മയുടെ നാട് അങ്കമാലി കാലടി സൈഡിലാണ്. ക്രിസ്മസിന് എന്തായാലും നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത് അല്ലേ, ഗിഫ്റ്റ് കിട്ടുമ്പോഴോ കേക്ക് കിട്ടുമ്പോഴോ. ഗിഫ്റ്റ് വരും തോന്നുന്നുണ്ടോ? പക്ഷെ അപ്പാപ്പന്റെ വൈനൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പാപ്പന്റെ വൈനില്ല, അത് കിട്ടില്ല. അതൊക്കെ കിട്ടില്ല അല്ലേ? അതൊരു വേറെ ഐറ്റം തന്നെ. അതെ. യെസ്. അപ്പൊ ഞാൻ അത് ശരി, കൊറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും നമ്മള് പറയാറുള്ളത് അല്ലെ, ഹാപ്പി ക്രിസ്മസ് എന്നാണ്. സോ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ആയിട്ടിരിക്കാൻ. ഹാപ്പിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. താങ്ക് യു. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ആൻഡ് എന്താണ് ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ റെസൊല്യൂഷൻ? എന്താ പ്ലാൻ? ന്യൂ ഇയർ റെസൊല്യൂഷൻ ഫിറ്റ്നസ് ആണ് പ്ലാൻ. ഫിറ്റ്നസ് ആണ്. ഞാൻ ഈ ഒരു വർഷം കുറച്ച്, ഞാനൊരു 61-62 നിന്ന ആളെ ഇപ്പൊ 73 ഉള്ളത് ഉണ്ട്. അപ്പൊ ഈ യാത്രകൾക്കിടയിൽ പോലും വർക്ക്ഔട്ട് മിസ് ചെയ്യില്ല. ചെയ്യാത്ത ഒരാളായിരുന്നു ഞാൻ. നല്ലൊരു കുട്ടിയായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോയി. ഇനിയിപ്പോ അത് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു. അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് എടുത്തരട്ടെ? ഇനിയുണ്ടോ? ഷുഗർ ആഡഡ് അല്ല എന്ന് മാത്രമല്ല, പ്രോട്ടീൻ റിച്ച് കൂടിയാണ് ഈ പ്രോഡക്റ്റ്. ഹാപ്പിയുടെ പീനട്ട് ബട്ടർ. ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാവർക്കും. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക്സ് ഫോർ കമ്മിങ്. നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. അതെ. അപ്പൊ പാക്കലാം. ബൈ. ചേട്ടാ നമസ്കാരം. ക്രിസ്മസ് ആയപ്പോ ഞാൻ ഇലക്ഷന്റെ വോട്ട് പിടിക്കാൻ വന്നു. ആൾക്കാർ വരുന്ന സമയം അതാണല്ലോ അല്ലെ? ആണല്ലേ? ക്രിസ്മസിന് കരോളെത്തുമ്പോ വീട്ടുകാർക്ക് സന്തോഷം. ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ മുട്ടായി ആണെങ്കിലും കിട്ടുന്നതിന്റെ ഒരു ഗിഫ്റ്റ് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് ആയിട്ട് ജിഞ്ചർ മീഡിയ എത്തുമ്പോ അല്ലെ, വെറും കൈയോടെ എങ്ങനെ വരും? അല്ലെ, പേരിൽ ഇഞ്ചി ഉള്ളതുകൊണ്ട്. അല്ലാതെ സ്പെഷ്യൽ ഗിഫ്റ്റ്. അപ്പൊ എന്തായാലും ടിനി ചേട്ടൻ റെഡ് ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ റെഡ് ബോക്സ് ആവാന്ന് വിചാരിച്ചു, ക്രിസ്മസിന്റെ തീമിൽ തന്നെ. അപ്പൊ ഹാപ്പി ആവട്ടെ. ഹാപ്പിയുടെ ഒരു കിടിലൻ ഗിഫ്റ്റ് തരുവാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ഒപ്പം തന്നെ ഒരു സ്പെഷ്യൽ കാര്യമാണ്, പ്രത്യേകിച്ച് വർക്കൗട്ടൊക്കെ സൗണ്ട് കേൾക്കും. കുപ്പിയും ഗ്ലാസ് ആണോ? അതായത് ചില്ലുപ്പിയാണ്, പക്ഷെ ജാമും ബട്ടറൊക്കെയാണ്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി എനിക്ക്. അതെന്താന്ന് വെച്ചാല് കോഴിക്കോട് മദ്യനിരോധന ഇതിന്റെ പരിപാടിക്ക് തന്നെ വിളിച്ചിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ അവിടുത്തെ ഒരു പ്രശസ്തനായ പ്രഗത്ഭനായി, ഇപ്പൊ അദ്ദേഹം ഇല്ല, അദ്ദേഹമാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഇങ്ങനൊരു, അതായത് മദ്യനിരോധനത്തിന് വേണ്ടി ടിനി ടോൺ സംസാരിക്കും, ഞാൻ സംസാരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഒരു സാധനം തന്നു. ഞാനിത് തുറന്നു നോക്കിയപ്പോഴേ വെറുതെ ഇങ്ങനെ പൊട്ടിച്ച് ഒരു തമാശ ഇതെന്താ നോക്കട്ടെ എന്ന് നോക്കിയപ്പോ ബ്ലാക്ക് ലേബലാണ്.
ഞാൻ പിന്നെ തുറക്കാൻ പറ്റിയത് എന്താ പിന്നെ അവിടെ ഞാൻ പറഞ്ഞു അടിപൊളി ഫ്ലവർ വേസ് ആണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി ഇങ്ങനെ നെഞ്ച് കത്തിയിരിക്കണ കഥ തീർന്നില്ലേ മൊത്തം ഓൺലൈൻ അറിയാലോ. മറ്റേ പടത്തിലെ ഡെസന്റ് പറഞ്ഞ പോലെ ഈ മദ്യവിധ സമിതി എന്ന് പറഞ്ഞാൽ എന്ത് നടക്കും, വെള്ളമടി നടക്കും പറഞ്ഞ പോലെ. അതുപോലെ ക്രിസ്മസ് ആണെന്ന് പറഞ്ഞാൽ തുറന്നു നോക്കുമ്പോൾ കുപ്പിംഗ് ഗ്ലാസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ സംശയം തീർക്കാം, നമുക്കത് അൺബോക്സ് ചെയ്യാം അല്ലെ, നമുക്കത് റിവീൽ ചെയ്യാലോ. ടിൻചേട്ടൻ തന്നെ അൺബോക്സ് ചെയ്യാം. മറ്റേ ഇനി ആ സംശയം നിലനിർത്താൻ പാടില്ലല്ലോ. അല്ല ചോട്ടാമുകലെ പോലെ എല്ലാം കൂടി പൊട്ടിത്ത. ഓ പീനട്ട് ബട്ടർ ഇതൊക്കെയാണ്, കുഴപ്പമില്ല. കുപ്പി സോസിന്റെ ആണ്, പ്രശ്നമില്ല. കോട്ടറൊക്കെ ഇരിക്കും ഏകദേശം ഹാപ്പിയുടെ എല്ലാത്തരം പ്രൊഡക്ട്സും ഹാപ്പിയുടെ ആണല്ലേ. അതെ. അപ്പൊ ടിൻചേട്ടനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് തരുകയാണ്. പ്രത്യേകിച്ച് വർക്ക്ഔട്ട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആളായതുകൊണ്ട് പീനട്ട് ബട്ടർ. യെസ്. അപ്പൊ പീനട്ട് ബട്ടർ ഓൾറെഡി ഉണ്ട്. അതിന്റെ സ്പെഷ്യൽ നമുക്ക് നോ സോൾട്ട് ആയിട്ട് എന്തത് ഇത് പീനട്ട് ബട്ടർ. ഇനി വർക്ക്ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൊത്തം കപ്പലിന്റെ ആണല്ലോ. പണ്ട് പശുവിനെ കപ്പലിന്റെ പിണ്ണാക്ക് കൊടുക്കണത്, ഇത് മൊത്തം കപ്പലിന്റെ പിണ്ണാക്കാണ് ഇത്. പക്ഷെ റിച്ച് ആയിട്ട് നമ്മുടെ പ്രോട്ടീൻ കാര്യങ്ങളൊക്കെ കയറണ്ടേ വേണ്ടി നല്ലതാണ്. പണ്ടൊക്കെ ഇത് കൊടുത്തിരുന്ന പശുവിന് നല്ല പാല് കിട്ടാനായിരുന്നു. അതെ. ഇപ്പൊ മനുഷ്യൻ അത് മാറ്റിയിട്ട് പീനട്ട് ബട്ടർ. ഇപ്പൊ ചക്ക അതുപോലെ ആയല്ലോ. അതെ, ചക്ക ആർക്കും പശുവിന്റെ കൊടുത്തിരുന്നാണ്, ഇപ്പൊ അത് ഇതായി മാറി. വെൽക്കം. യെസ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു കൺഗ്രാറ്റ്സ് കൊടുക്കുവാണ്. ബബബ ഫിലിം നല്ല അടിപൊളിയായിട്ട് തിയേറ്ററിൽ റൺ ചെയ്യുന്നു, നല്ല നല്ല റിവ്യൂസുകൾ കിട്ടുന്നു. അതിന് ഫസ്റ്റ് ഓഫ് ഓൾ പറയൂ, എന്താണ് ഹാപ്പിനെസ്? സന്തോഷം. അടിപൊളിയായിട്ടിരിക്കുന്നു. നന്നായി പോകുന്നു, അതിലൊരു ഹാപ്പിനെസ് ഉണ്ട്. ആണ്, അടിപൊളി. അപ്പം ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു ഗിഫ്റ്റ് ഓണത്തിന് തന്ന പോലെ എല്ലാം കിട്ടുന്നുണ്ട്. ഇവർക്കൊരു ഭാഗ്യമുണ്ട് കേട്ടോ. എല്ലാ 6 മാസം കൂടുമ്പോഴും കുറെ സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു. മീഡിയ എത്തും ഞങ്ങളുടെ വീട്ടിൽ സാധനം തീരാറാകുമ്പോ. അപ്പൊ നമുക്ക് എടുക്കാം. യെസ്. അപ്പോ ഹാപ്പി ഗിഫ്റ്റ് നമുക്ക് തുറന്നു നോക്കിയാലോ? അൺബോക്സ് ചെയ്യാന്ന് വീണ്ടും അൺബോക്സിംഗ് പുലിക്കിട്ട് അൺബോക്സ് ചെയ്തോളൂ. ശബ്ദം കേൾക്കുന്നുണ്ട്. കോൾ അടിച്ചത് ഇത് മേടിക്കാൻ ഉദ്ദേശമല്ലേ? വാങ്ങണമെന്ന് വിചാരിച്ചോ? ക്രീമി ക്രഞ്ചി എന്തൊക്കെയാ? അടുത്ത് നോക്കിയോളൂ. എല്ലാം തിരിച്ചതുപോലെ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ്, ടൊമാറ്റോ ആയിരിക്കും, ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ സോസ്. ഓ, 4 കൈൻഡ് ഓഫ് പിക്കിൾസ് ഉണ്ടെന്ന് തോന്നുന്നു. അടിപൊളി. സ്ട്രോബെറി ജാം. സ്ട്രോബെറി ഉണ്ട്. മിക്സഡ് ഫ്രൂട്ട് ജാം. എന്തൊക്കെ ജാം വന്നാലും മിക്സഡ് ഫ്രൂട്ട് ജാം അതൊരു ജാം തന്നെയാണ്. സ്ട്രോബെറി നല്ലത്, പക്ഷെ വീട്ടിലെപ്പോഴും പൈനാപ്പിൾ മേടിക്കും. ഹാപ്പി ഉണ്ട്. ഗാർലിക് പിക്കിൾ, ലൈം പിക്കിൾ, മാംഗോ പിക്കിൾ. മാംഗോ തന്നെ 2 ടൈപ്പ്. ടെൻഡർ മാംഗോ പിക്കിളും. ഈ ശംഭു ഇതേപോലെ എല്ലാം അടുക്കി വെക്കുന്നതാണ് തിരിച്ച്. കഴിഞ്ഞ പ്രാവശ്യം ഒരു വെട്ടിയായിട്ട് പാർട്ടി ബോക്സ് ഒക്കെ എന്തോ സ്പീക്കർ ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് എന്നോട് പറഞ്ഞായിരുന്നു, എടാ ഇനി നീ വരുമ്പോ കുറച്ച് കനമുള്ള ഗിഫ്റ്റ് ഗിഫ്റ്റ് കേട്ടോ. അതെ, കനമുള്ള ഗിഫ്റ്റ് ആയിട്ടാ വരുന്നത്. അപ്പൊ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ കാര്യങ്ങളോട് പറഞ്ഞു. ക്രിസ്മസ് ബബബയാണ് വിശേഷം. അത് തിയേറ്ററിലുണ്ട്, എല്ലാവരും പോയി കാണുക. ഇതുവരെ കണ്ടവരെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. നല്ലതും ഇഷ്ടപ്പെടാത്തതും ഒക്കെ നമ്മളെ 2 ഫീഡ്ബാക്ക് നമ്മളെല്ലാവരും അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതെ, നിങ്ങളും പോയി കാണുക. സിനിമ ഇഷ്ടപ്പെട്ടാൽ ആ ഒരു സന്തോഷം നമ്മളുമായിട്ട് പങ്കിടുക. ഇനി എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തുണ്ടെങ്കിൽ അത് ആ ഫീഡ്ബാക്കും തരിക. ഇനി മുന്നോട്ട് നമുക്ക് ഇനി സിനിമകൾ ചെയ്യാനുള്ളതാണ്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ തീർച്ചയായിട്ടും നമ്മുടെ സിനിമ കണ്ട് ഈ ക്രിസ്മസ് സീസൺ നിങ്ങൾക്ക് എന്തായാലും എന്റർടൈനിങ് ആയിരിക്കും തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടാവാം, എല്ലാ ഡയറ്റ്സും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ സ്പെഷ്യൽ വേറൊരു ഹാപ്പിയുടെ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. വേറൊരു പീനട്ട് ബട്ടർ. ഇത് നോ ആഡഡ് ഷുഗർ ആണ്, പുതിയ പ്രോഡക്റ്റ് ആണ്. യെസ്, ഇത് ഹൈ പ്രോട്ടീനും നോ ആഡഡ് ഷുഗറും ആണ്. ഓക്കെ, ഇതും ക്രഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പൊ ഇതും കൂടെ നിങ്ങൾക്ക് തരും. ഹാപ്പി അല്ലേ? വണ്ടി കൊണ്ട് വെക്കണം എന്നല്ലേ അറിയാൻ പറഞ്ഞു. ഹായ്. ഇത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തുറക്കുമ്പോ ഒരാൾ അകത്ത് നിന്നിട്ട് തുറന്നോട്ടെ ഇതൊക്കെ. ഹായ്. യെസ്, ഹായ് ബ്രോ, നമസ്കാരം. വെരി നാച്ചുറൽ. ഇരിക്കാലോ അല്ലെ? വരൂ, എവിടെ പോന്നു? ഇവിടെ ഇരിക്കൂ. എന്നിട്ട് എന്തായി ക്രിസ്മസ് ഒക്കെ എവിടെ വരെ? ക്രിസ്മസ് നമുക്ക് പരിപാടിയാണല്ലോ. അതെ, അതെ, അത് ഓട്ടം തന്നെ. നമ്മൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ആയിരിക്കും ഏറ്റവും പരിപാടി വരിക. അങ്ങനെയൊക്കെ ഉണ്ടോ?
ഐ മീൻ പ്രോഗ്രാം ഇന്ന ദിവസം സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ പ്രോഗ്രാം എടുക്കണ്ട, ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാം, ക്രിസ്മസ് ആഘോഷിക്കാം വിചാരിച്ചാൽ അങ്ങനെയുണ്ടോ? വെക്കാറില്ല, നമ്മളങ്ങനെ വെക്കാറില്ല. നമുക്ക് എല്ലാ ദിവസവും എനിക്ക് ഷോ ചെയ്യുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പൊ പക്ഷെ നമ്മൾ ഫേക്ക് ക്രിസ്മസും ഫേക്ക് ഓണവും ഒക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പൊ അതിന് മുന്നേ ഒരു ഫുൾ ഡേ നമ്മള് ഫാമിലി ആയിട്ട് എല്ലാരും കൂടി ഇരുന്ന് ഓണം പോലെ തന്നെ അല്ലെങ്കിൽ ക്രിസ്മസ് പോലെ ആഘോഷിച്ച് ഒരു ദിവസം അതേപോലെ തന്നെ എല്ലാവർക്കും സൗകര്യം അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പൊ എന്തായാലും ക്രിസ്മസ് വരുമ്പോ എന്ത് വരും? ക്രിസ്മസിന് എന്താ വരിക? ഉണ്ണീശോ അല്ലേ വരുന്നത്? ആ ഉണ്ണീശോ ക്രിസ്മസിന്റെ വരവ് അറിയിക്കുന്നത് എപ്പോഴും എന്താ? സാന്റയാണ് അല്ലേ? അവിടേക്കാണ് പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, അപ്പൊ എന്തായാലും ഗിഫ്റ്റ് ആയിട്ട് വരും. സാന്റയുടെ ലുക്കിലെങ്കിലും സാന്റ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ എന്തായാലും ക്രിസ്മസിന് ഗിഫ്റ്റ് വേണം, വേണ്ടേ? തരട്ടെ. അതെ. സോ അപ്പൊ എന്തായാലും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ നമ്മൾ പറയാറുള്ളത്. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാപ്പി പ്രൊഡക്റ്റ് ഞാൻ തന്നോട്ടെ? അപ്പൊ എന്തായാലും ഞാൻ പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ തീമൊന്നല്ലെങ്കിലും ഇവിടെ രണ്ടുപേരും ക്രിസ്മസിന്റെ വൈബിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഹാപ്പി ക്രിസ്മസ്. സോ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ക്രിസ്മസ് ടു യു ഗൈസ് ടു. നല്ലൊരു വർഷമാവട്ടെ. അതെ, അപ്പൊ എന്തായാലും നല്ലൊരു വർഷമാവട്ടെ എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ നമുക്ക് എപ്പോഴും വരും അല്ലെ? സോ അത്തരത്തിൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എടുത്തോ? ഞാൻ റെസൊല്യൂഷൻസ് ഒന്നും എടുക്കുന്ന ആളല്ല. അങ്ങനത്തെ എടുക്കാത്തോണ്ട് എടുത്തിട്ട് നടക്കില്ല എന്നാണ്? അങ്ങനെയല്ല, പൊതുവെ അങ്ങനെ എടുക്കാറില്ല. അങ്ങനെ റെസൊല്യൂഷൻസിൽ വിശ്വസിക്കുന്നില്ല. സ്പെഷ്യൽ ഗിഫ്റ്റോടെ ഞാൻ ഈ സമയം തന്നോട്ടെ? ഓക്കെ. സോ ഹാപ്പിയുടെ പീനട്ട് ബട്ടർ ആണ്. ഷുഗർ ആഡഡ് അല്ല എന്ന് മാത്രമല്ല പ്രോട്ടീൻ റിച്ച് കൂടിയാണ് ഈ പ്രൊഡക്റ്റ്. ഹാപ്പിയുടെ പീനട്ട് ബട്ടർ അതെ. യെസ്, അപ്പോ എല്ലാ വർഷത്തെ പോലെ കുറച്ച് സ്പെഷ്യൽ ആണ് ഈ വർഷം. അപ്പൊ ഇതേപോലെ കുറെ അധികം അല്ലെ ഗിഫ്റ്റുകളുമായിട്ട് സാൻഡൽ വരട്ടെ, കുറെ സർപ്രൈസുകളുമായിട്ട് അല്ലെ? ആണോ? നല്ല ഐശ്വര്യ. താങ്ക് യു സോ മച്ച്. അപ്പോ ഇതുപോലെ ഹാപ്പി ചില്ലായിട്ട് പോട്ടെ. റെഡി? അപ്പൊ ജിഞ്ചർ മീഡിയയുടെ എല്ലാ പ്രേക്ഷകർക്കും നമ്മളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ്. കാര്യമായിട്ടുള്ള കോളിലും തിരക്കിലാന്ന് തോന്നുന്നു. ആണോ? താറാണോ? ഇരുന്നാലോ? ഓക്കെ. വണ്ടി പ്രാന്ത് ഇപ്പൊ ഈടായിട്ട് കുറച്ച് കൂടുതലാണല്ലോ. പ്രാന്ത് എന്ന് പറഞ്ഞാല് വണ്ടിയോടുള്ള ഒരു ഭ്രമം, ഒരു പ്രാന്ത് എന്ന് പറയുന്നേക്കാളും ഒരു കാറ് നമുക്ക് അത് വല്ലാത്തൊരു ഇതല്ലേ. അതൊരു നമ്മൾ പണ്ട് കാറൊന്നും ഉണ്ടായില്ലോ. ഇപ്പൊ കാറുകൾ കാണുമ്പോൾ ഞാൻ താറാണെന്ന് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ഫോർച്യൂണറിലേക്ക് മാറി. ഷിയാസ് കരീമിന്റെ സൗഹൃദം ഏറ്റവും അടുത്ത് കണ്ട ദിവസങ്ങളായിരുന്നു ഇപ്പൊ ഈ അടുത്ത്. കാരണം പ്രത്യേകിച്ച് ബിഗ് ബോസ് വിന്നറായ സമയത്ത് ഒരു പക്ഷേ വിന്നറായാലും ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആദ്യം പറയേണ്ട പേര് ഷിയാസ് കരീം ആയിരിക്കും. ഞാനത് അനുമോളോടുള്ളൊരു ഇത് പറഞ്ഞാല് എന്റെ സൗഹൃദത്തിനേക്കാളും ഉപരി എന്റെ ഒരു സിസ്റ്റർഹുഡ് ആണ്. അതാണ് മെയിൻ പറയണ്ടേ. അപ്പൊ അനുമോള് ജയിച്ചതില് സന്തോഷങ്ങളെ ഉപരി നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, നമ്മളെ വീട്ടിലൊരാള് ജയിക്കുക എന്നുള്ളാവൂലെ. ശരിക്കും അനുമോള് വിന്നറായില് ഫ്രണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഒരു ബിഗ് ബോസ് വ്യൂവർ എന്നുള്ള രീതിയിലേക്ക് ഏത് പോയിന്റ് അനുമോളിൽ കുറേ ഇഷ്ടമായി? വിന്നർ അവൻ എന്തുകൊണ്ട് ഡിസേർവിംഗ് ആയിരുന്നു തോന്നിയ ഒരു കാര്യം എന്തായിരുന്നു? ആ ലാസ്റ്റത്തെ ആ ഒരു വീക്കിലാണ് അനുമോള് വിന്നർ ആകുമെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ സെക്കൻഡോ ഫസ്റ്റോ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ജയിക്കണം സെക്കൻഡോ ഫസ്റ്റ് കൺഫേം 100. ഞാൻ ബിഗ് ബോസിൽ പോയ ഒരാളാണ്, ഗസ്റ്റ്. അപ്പൊ ഞാൻ എഴുതി വെച്ചു മനസ്സിൽ ഫസ്റ്റ് സെക്കൻഡ് അനുമോള് വരും, ടോപ്പ് 2 എന്തായാലും കൺഫേം ആണ്. അത് ഞാൻ എഴുതി വെച്ച കാര്യമാണ്. ജിഞ്ചർ മീഡിയയുടെ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ആണല്ലേ? അപ്പൊ ഹാപ്പി ക്രിസ്മസ്. ജിഞ്ചർ മീഡിയ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പിയുടെ ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ്. പേരിലും പ്രൊഡക്റ്റിലും പണ്ടത്തെ ഒരു നമ്മള് പണ്ട് ഹാപ്പി ജാം യൂസ് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ചൈൽഡ്ഹുഡ് ആണെങ്കിൽ എപ്പോഴും ഹാപ്പി 90s കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചാൽ ഞാൻ 90s ജനിച്ചാണ്. ജാം ഭയങ്കര ഹാപ്പി ജാം അന്ന് ഭയങ്കര പരസ്യം ടിവിയില് സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ ഈ ദൂരദർശനില് പരസ്യം ഹാപ്പി ജാം. അതെ, ഇപ്പൊ അത് കുറെ പ്രൊഡക്റ്റ് ആയിട്ട് കയറി ഉണ്ട്. ആൻഡ് പ്രത്യേകിച്ച് നമ്മളിപ്പോ നമ്മൾ പറയുമ്പോ എല്ലാവരും ഷൂട്ടും തിരക്കിലൊക്കെയാണ്. നമ്മുടെ ദിനചര്യ അല്ലെങ്കിൽ വർക്ക്ഔട്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ ഭയങ്കര കുറച്ച് പേരെ നമ്മളത് റോൾ മോഡൽ കാണാം. ഞാൻ എന്റെ ഹെൽത്ത് നോക്കാറുണ്ട്. കാര്യം ഞാൻ മരിച്ചു കിടക്കുമ്പോഴെങ്കിലും നല്ല ഫിറ്റ് ആയിട്ട് മരിച്ചു കിടക്കുന്ന, നാളെ മരിച്ചാലും എന്ന് മരിച്ചാലും ഫിറ്റ് ആയിട്ട് മരിക്കുക. അപ്പൊ ശരീരത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിൽ പറ്റിയൊരു ഗിഫ്റ്റോട് ഞാൻ തരട്ടെ? എന്താണ്? സോ അല്ലെ, എന്തായാലും ഷുഗർ കട്ടായിരിക്കും. ഷുഗറായിട്ട് ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹാപ്പിയുടെ പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ അടിപൊളിയാണ്. പീനട്ട് ബട്ടർ നല്ലതാണ്, ഏറ്റവും ഗുണമുള്ള കാര്യം. പീനട്ട് ബട്ടർ നല്ലതാണ്. കാര്യം ഹെൽത്തിന് വളരെ നല്ല സാധനമാണ്. കാര്യം
അപ്പൊ ഇതുപോലെ ഫിറ്റ്നസ് ഫ്രീക്ക് ആയി പോട്ടെ, Thank you, ഹാപ്പി brother. ആയിട്ടിരിക്കട്ടെ. Thank you so much. ഞാൻ അടുത്ത നമ്മൾ ഡിഫൻഡർ ആയിട്ട് നമ്മൾ കാണും അതെ, അല്ലേ? ഡിഫൻഡർ ആയിട്ട് കാണും. താങ്ക് യു. Okay, thank you so താങ്ക് much. യു റോഹൻ, താങ്ക് യു സോ മച്ച്. നമസ്കാരം. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആളെ കാണില്ല എന്ന് അറിയുന്നതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വന്ന് യെസ് ഇത് വെച്ചോളൂ. ഇരിക്കാലോ അല്ലേ? നിങ്ങൾ വരുമ്പോഴാണ് ക്രിസ്മസ് ആയി അതെ, മനസ്സിലാവുന്നത്. ആ ക്രിസ്മസ് വരവറിയിക്കാൻ വേണ്ടിട്ട് വന്ന്. കൂടുതലും വീട്ടിലുണ്ടാവില്ല, ഇവിടെ തന്നെയാണ് കൂടുതലും. അങ്ങനെയല്ല, വീട്ടിലുണ്ടാവും. രാവിലെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഓഫീസിൽ വരാം, അല്ലെങ്കിൽ ലൊക്കേഷനിലായിരിക്കും. ഓക്കെ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ലൊക്കേഷനിലാണ്. ആണ് ജിപ്സികളുടെ ജീവിതമാണ് ഞങ്ങളുടെ. അതല്ലേ, ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക്. ഈ പലപ്പോഴും സിനിമ തുടങ്ങി വെച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിന് ഹൈപ്പ് കിട്ടുക. പക്ഷെ ഒരു പടം തുടങ്ങിയിട്ടേ ഇല്ലാതൊരു ഹൈപ്പ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡ്യൂസർ കിട്ടുന്ന ഒരു കിക്ക് ഭയങ്കര അത് നമുക്ക് ടെൻഷൻ കൂട്ടുന്ന കാര്യമാണ്. ഒരു എക്സ്പെക്ടേഷൻ, ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില സിനിമകൾക്ക് അല്ല കണ്ടന്റ് സിനിമകൾക്ക് അങ്ങനെ ഹൈപ്പ് കിട്ടുമ്പോൾ സന്തോഷമാണ്. കാരണം ഒരു ഇനിഷ്യൽ ഓഡിയൻസ് വരുമല്ലോ. പക്ഷെ ആടിന് കിട്ടുന്ന എക്സ്പെക്ടേഷൻ കാണുമ്പോൾ നമുക്ക് അത് ആ പ്രോമിസ് നമ്മൾ കീപ്പപ്പ് ചെയ്യണം എന്നുള്ള ഒരു, ബിക്കോസ് 7 വർഷത്തിന് ശേഷം ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസി, അതിൽ ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്നു, വേറൊരു ജോണർ നമ്മൾ ട്രൈ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ, അക്സെപ്റ്റ് ചെയ്യുവോ? ഷാജി പാപ്പിനെ പിള്ളേരെ എപ്പോൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കാം? മാർച്ച് 19 ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഇറക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പാരലൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതായത് നമ്മളിപ്പോൾ ഡബിങ് സ്റ്റാർട്ട് ചെയ്തു, എഡിറ്റ് അപ് ടു ഡേറ്റ് ആണ്, CG വർക്ക് സ്റ്റാർട്ട് ചെയ്തു, ഷൂട്ടും പാരലി നടക്കുന്നുണ്ട്. എന്നാലും ദ ഗുഡ് ന്യൂസ് ഇസ് ദാറ്റ് നമ്മുടെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സീനുകൾ കഴിഞ്ഞു. ഇനി ഒരു 2 ദിവസം കൂടെ ഒരു ടഫ് സീൻ ഉണ്ട്. ബാക്കിയെല്ലാം പാരലി എഡിറ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് 19 തന്നെ. അപ്പൊ എന്തായാലും ക്രിസ്മസ് ആണ്, ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഈ ക്രിസ്മസിന് വരുന്ന ആദ്യത്തെ ഡബിളൂടെ ആവട്ടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. യെസ്, അപ്പൊ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അതെ, അങ്ങോട്ടും ഒരുപാട് സിനിമകൾ സംഭവിക്കട്ടെ, പുതിയ പുതിയ താരങ്ങൾ കണ്ടെത്താൻ പറ്റട്ടെ എന്നുള്ളത്. ഈ ഓട്ടത്തിനിടയ്ക്ക് വർക്കൗട്ട് ഒക്കെ നടക്കുന്നുണ്ട്. അത് മിസ് ചെയ്യുന്നില്ല. അത് മിസ് ചെയ്യുന്നില്ലെങ്കിൽ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ഞാൻ സാധനം തരാം. ആക്ച്വലി നമുക്ക് പ്രോട്ടീൻ റിച്ച് എന്തായാലും വേണ്ടതാണ്. അപ്പൊ നോ ഷുഗർ പരിപാടി. അപ്പോ വർക്കൗട്ടും ഇതുപോലെ നടക്കട്ടെ. ശരി, നമുക്ക് പ്രൊമോഷൻ കാണാം. തീർച്ചയായിട്ടും കാണാം. ഓക്കെ, ഫ്രൈഡേ ഫിലിംസിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഞാനുണ്ടാവട്ടെ. നമസ്കാരം. ഡോർ തുറക്കുമ്പോ പ്രതീക്ഷിച്ച മുഖമല്ല. കേറിക്കോട്ടെ ചേട്ടാ, നമസ്കാരം. ഇന്ന് ഫാമിലി മൂടാൻ തോന്നുന്നു. സോ ഹായ്. കറക്റ്റ് ഐറ്റം ആണ്. ടോം ആൻഡ് ജെറി ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, ഇത് സത്യത്തിലെ പിള്ളേർക്ക് വേണ്ടി വെച്ചുള്ളതാണോ സജ്ജായിട്ട് വെച്ചിട്ടുള്ളതാണോ? ഇതാകുമ്പോ എനിക്കും അവനും കാണാം, അല്ലെങ്കിൽ അവന്റെ മാത്രം വെക്കുക ആണ്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര റീച്ച് ആയിട്ടുള്ള സാധനമാണ് എൽസിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ ഇഫ് യു ഡോണ്ട് മൈൻഡ് എനിക്കൊന്ന് കാണിച്ചു തരും, ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. പൊസിഷൻ എങ്ങനെയാണോ? ഇത് കാല് സ്ട്രെയിറ്റ്, പോയിന്റഡ് ആയിരിക്കണം. ഓക്കെ, എന്നിട്ട് കയ്യിൽ പൊങ്ങുക. ഇനി ഇവിടെ പൊങ്ങും, അവിടെ. ഓ ഗോഡ്. ഇതിൽ വെയിറ്റ് വെച്ചു, എന്നിട്ട് ഇത് രണ്ടും നിന്ന്. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു ആക്ച്വലി? ഇത് ലിഫ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ സാധനമല്ലേ നമ്മൾ ഇത് കാല് പൊക്കി ഈ ഒരു പരിപാടി വെക്കുക. ഓക്കെ, കാലിങ്ങനെ ഹോൾഡ് ചെയ്യുക. അത് പറ്റില്ല. ഇല്ല, ഇതിങ്ങനെ. ഓക്കെ, കോർ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് വേണം. അപ്പൊ അല്ല, ഇതിന്ന് വന്ന് ലോഡ് വന്നിട്ട് പിന്നെ അത് ഇതിലേക്ക് ബാലൻസ് ചെയ്ത് വരണം. അത് ഇവിടുന്ന്. ഇത് എത്ര ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത്? ഇത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ ഈ പ്രോസസ് ഇങ്ങനെ ഫോളോ ചെയ്യും. നമ്മൾ പിന്നെ ഈ നമ്മുടെ ഇടയ്ക്കൊരു ബോളോ എന്തെങ്കിലും വെച്ചിട്ട് ഈ ലിഫ്റ്റ് ചെയ്ത് ഇതെല്ലാം കോറിന് കിട്ടുക. ആപ്സിൽ കിട്ടും. സോ ക്രിസ്മസ് എന്താണ് പ്രത്യേകത? സ്പെഷ്യൽ എന്താ പ്രാവശ്യം ക്രിസ്മസ്? അങ്ങനെയൊന്നുമില്ല, പോകുന്ന അങ്ങ് പോവും. സോ എന്തായാലും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഗിഫ്റ്റ് ഇല്ലാതെ വരാൻ പറ്റില്ല അല്ലേ? പക്ഷേ സോ ഒരു നമ്മൾ ഹാപ്പി ക്രിസ്മസ് എന്നുള്ളത് ഹാപ്പി ആയിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് ഹാപ്പിയുടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ടാണ് വരുന്നത്. യെസ്, സ്പൈഡർമാൻ കം ഹിയർ. സ്പൈഡർമാൻ ഇല്ലാതെ എങ്ങനെ? ഇത് സ്പൈഡർമാൻ ആണ്. ശർമാനുള്ള ഗിഫ്റ്റാണ്, നിനക്കുള്ള ഗിഫ്റ്റാണ്. യെസ്, എവിടെ പിടിച്ചോ? അപ്പു പിടിക്കാം. കൊണ്ടുപോയി തുറക്കടാ, തുറക്ക്. അവിടെ കൊണ്ടുപോയി. ആൻഡ് നമ്മുടെ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു പ്ലെയർ ഉണ്ട്. ആൻഡ് ഇനി വരും കാലം അല്ലെ, കുറച്ച് ഇയേഴ്സിന് ശേഷം നമ്മുടെ ഒരു IPL കാണാൻ പറ്റുന്ന ഒരു മുതൽ കൂടി ആവട്ടെ, റൈറ്റ്? സോ പീനട്ട് ബട്ടറിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്.
ഹാപ്പി സ്പൈഡർമാനും കൂടിയാണ്. യെസ്, അപ്പോൾ എന്തായാലും സുനിച്ചേട്ടാ ഒത്തിരി സന്തോഷം ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതേപോലെ ഉള്ള കിടലും മേക്ക് ഓവറുകൾ ഇടയ്ക്ക് കാണട്ടെ, കുറേ അധികം സിനിമകളുടെ ഭാഗമായിട്ട് ഇങ്ങനെ പോട്ടെ. അതുപോലെ തന്നെ ഗോയിൽ മാത്രം അങ്ങ് നമുക്ക് ഓസ്കാറും പിടിക്കണം. താങ്ക് യു സോ മച്ച്. അപർണ, അപ്പു, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റുകൾ റെഡിയാണ്. അപ്പോൾ അതിനു മുമ്പ് ഈ ക്രിസ്മസിന്റെ സ്പെഷ്യാലിറ്റിയും കൂടെ ഒന്ന് പറയും. ഉറപ്പായിട്ടും ഇത് തന്നെയാണ് സ്പെഷ്യാലിറ്റി. മിണ്ടിയും പറഞ്ഞു. ആൻഡ് ഐ തിങ്ക് അത് ഇറ്റ്സ് ദ റൈറ്റ് ടൈം ടു റിലീസ്. അത് കറക്റ്റ് ഒരു ക്രിസ്മസിനൊക്കെ നമുക്ക് കണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ വരട്ടെ. യെസ്, ക്രിസ്മസ് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കനത്ത ഞാൻ അവർക്ക് ഇത്രയും വെയിറ്റ് ഇല്ലെന്ന്. കനത്ത ഗിഫ്റ്റാണ്. കനമുള്ള ക്രിസ്മസ് ഗിഫ്റ്റ് എനിക്ക് ആദ്യമായിട്ട് തരുന്നത് നിങ്ങളാണ്. ഗിഫ്റ്റ് അല്ലേ? അതെ, ആയിരിക്കും. ഓക്കെ, അപ്പം ഹാപ്പിയുടെ ഗിഫ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് പിടിച്ചോളൂ. ഒന്ന് പിടിച്ചു. വെയിറ്റ് ഉണ്ടേ. താങ്ക് യു. കനം കൂടി ഇപ്പം അവരുടെ മുഖം. ഓ കൊള്ളാം. താങ്ക് യു ഫോർ ദിസ് ക്രിസ്മസ് ഗിഫ്റ്റ്. ഇപ്പം ഹാപ്പിയുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ പല സിനിമകളിലും ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയും അപർണ ആക്ച്വലി നോക്കുന്ന ഒരാളാണല്ലോ. ഇപ്പോൾ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുമ്പോഴും അപർണയുടേതായ ഒരു എഫേർട്ട് കൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇപ്പം വെയിറ്റ് ലോസും ഇതുമൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡെയിലി റൊട്ടീൻ ആണോ അതോ സിനിമയ്ക്ക് വേണ്ടി മാത്രമോ? എനിക്ക് ഡെയിലി റൂട്ടീൻ അറിയാലോ. ഫുഡും ഞാനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി ഇപ്പം ഞാൻ വളരെ കൺട്രോൾഡ് ആയിട്ടൊന്നും അല്ല ഫുഡ് കഴിക്കുന്നതൊന്നും. പക്ഷെ ഇപ്പം ഞാനൊരു സമയം ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ മൊത്തം ഓക്കെ, ഞാൻ ഇതിലേക്ക് കടക്കാം എന്നുള്ളൊരു പരിപാടി പിടിക്കും. പക്ഷെ ഇൻ ജനറൽ ഡയറ്റ് ഒക്കെ നോക്കുന്ന ആളാണ്. ഐ ലവ് ഈറ്റിംഗ് ഫുഡ്, ഐ ലവ് ഹാവിങ് ഫുഡ്, ഗുഡ് ഫുഡ്. മറ്റേ എല്ലാം അങ്ങ് കഴിക്കുക എന്നുള്ളതല്ല. ഞാൻ ആക്ച്വലി ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോറും അങ്ങനത്തെ ആണെങ്കിൽ പോലും ഞാൻ കഴിക്കും. എന്നാൽ എനിക്ക് പുതിയ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം ഡയറ്റ് കോൺഷ്യസ് ആയിട്ട് പോയിട്ടില്ല. പക്ഷെ പോയിട്ടുള്ള സമയങ്ങളും ഉണ്ട്. ആൻഡ് വിച്ച് ഹസ് ബിക്കം വെരി ഗുഡ്. എനിക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഐ എം ട്രൈങ് ടു, ഇപ്പം ഈ പറഞ്ഞ നമ്മള് മോർ ദാൻ ലൂസിങ് വെയിറ്റ്, to become healthier is a very important thing, especially in today's world. So I think that is what I'm looking forward to. കുറച്ച് എനിക്ക് ആഗ്രഹമുള്ളൊരു കാര്യം അതാണ്, കുറച്ചും കൂടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരണം എന്നുള്ളത്. മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പറ്റും, പക്ഷെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാനും പറ്റും. അതെ, അതാണ് എൻ്റെ പ്രശ്നം. മനസ്സ് കൂടുതൽ വെക്കുന്നത് കഴിക്കാൻ. ശരി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നോർമലി ഡയറ്റിനൊക്കെ ടൈമിലാണെങ്കിൽ ഇപ്പോൾ 0 ഷുഗർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹൈ പ്രോട്ടീൻ ആയിരിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഗിഫ്റ്റോടെ ഞങ്ങൾ തരട്ടെ. ഹാപ്പിയുടെ തന്നെ അടുത്തൊരു പ്രൊഡക്റ്റ് നന്നാക്കി കളയുമല്ലോ. അപ്പോൾ യെസ്, സോ ഇതാണ് നമ്മൾ തരുന്നത്. ഇത് ക്രഞ്ചിയാണ് കേട്ടോ. ക്രഞ്ചിയാണ്, 0 ഷുഗർ ആൻഡ് ഹൈ ആണല്ലേ? ഞാൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മൾ ബ്രെഡിന്റെ ഒക്കെ കൂടെ കഴിക്കുമ്പോഴും ഈസി സ്നാക്ക് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. വിച്ച് ഡസന്റ് മടുക്കാത്തൊരു സംഭവമാണ്. ചപ്പാത്തി ആണെങ്കിലും ചപ്പാത്തിന്റെ ഇടയിൽ ഞാൻ പണ്ട് ഹോസ്റ്റലിലൊക്കെ ഇതൊക്കെയാ ചെയ്തിരുന്നത്. ഹോസ്റ്റലിൽ തന്നെ വേറെ തന്നെ ഒരു കോലമായിരുന്നു. അന്ന് ഞാൻ കൂടുതൽ മെലിഞ്ഞു പോയതിന് കുറെ ചീത്ത കേട്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഹോസ്റ്റലിൽ ചപ്പാത്തിയിൽ പീനട്ട് ബട്ടർ കഴിച്ച് കഴിക്കൽ തന്നെയായിരുന്നു. പക്ഷെ ഐ ലവ് പീനട്ട് ബട്ടർ ഇസ് സംതിങ് ഐ ലവ്. അപ്പോൾ അടിപൊളിയാവട്ടെ. താങ്ക് യു. പറഞ്ഞ പോലെ ക്രിസ്മസ് ഗംഭീരമാവട്ടെ. And all the very best and happy Christmas and happy New Year. Happy New Year. Happy Christmas. Yes. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടോ വരുന്നേ. ആണല്ലേ? നമ്മള് നമ്മുടെ ഹോട്ടലിലാണോ വന്നിട്ടുള്ളത്? അവിടെ വന്നേ. ഇവിടെ ഫസ്റ്റ് ടൈം വരുന്നേ. അപ്പൊ നമ്മൾ എന്തായാലും അല്ലേ, ഓണമാണെങ്കിലും ക്രിസ്മസ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഒന്നൊന്ന് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസിൻ്റെ ഗിഫ്റ്റ് നമ്മൾ തരാൻ പോവുകയാണ് ഇപ്രാവശ്യം. ഹാപ്പി ആണ് നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാപ്പിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹലോ എൻ്റെ ബ്രദർ. ഹലോ, കറക്റ്റ് ടൈമിലോ ഗിഫ്റ്റിൻ്റെ പറഞ്ഞപ്പോൾ കറക്റ്റ് ബ്രദർ വന്നു കേട്ടോ ആ സമയത്ത്. ഗിഫ്റ്റിൻ്റെ പറഞ്ഞപ്പോൾ യെസ്, ശരി, ഓക്കെ. അപ്പോൾ ഹാപ്പിയുടെ സ്പെഷ്യൽ ഗിഫ്റ്റാണ്. ഇരുന്നോളൂ. യെസ്, സ്പെഷ്യൽ. കൊടുക്കണേ, നമുക്ക് നോക്കാം എന്തൊക്കെയാന്ന്. ഇരിക്കൂ, നോക്കാം എന്തൊക്കെയുണ്ടെന്ന് അല്ലേ? സുഹിതേ, ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണേ വാ. അതെ, ഗിഫ്റ്റ് പൊട്ടിക്കുന്ന സമയമായതുകൊണ്ട് ആണെങ്കിൽ ഒന്ന് വന്നേക്കാം അല്ലേ? എന്തായിരിക്കും? ഓരോന്നോരോന്നായിട്ട് എടുക്കാം. പീനട്ട് ബട്ടർ കുപ്പിയായി കുളിക്കുന്നിടപ്പം പ്രതീക്ഷിച്ചു. അതാ കറക്റ്റ് സമയത്ത് ഇറങ്ങി. അച്ചാറ്, സോസ്, ടൊമാറ്റോ സോസ്, പല ടൈപ്പ് ഉണ്ട്. ജിഞ്ചർ സോസ്, ഹോട്ട് ആൻഡ് സ്വീറ്റിൻ്റെ സോസാണ്. നോക്കും, ഹോട്ട് ആൻഡ് സ്വീറ്റ്. പിന്നെ ഒരു കെട്ട അച്ചാറുകളാണ്. മാംഗോ അച്ചാറ്, പിന്നെ കടുമാ. നിങ്ങളിത് വരുന്നെങ്കിൽ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ട് ഞാനിപ്പോ ഇന്നലെ ഒരു 1/2 കിലോ അച്ചാർ വാങ്ങിച്ചു. ഈ സത്യം കണ്ണിമാങ്ങ അച്ചാർ എയർപോർട്ടില് ലൈം പിക്കിള്, പല പിക്കിൾസ് ഉണ്ട് കേട്ടോ. അടിപൊളി. ഗാർലിക് പിക്കിള്, കൊതിയാകുന്നു. ഹാപ്പിയാണ്, നല്ല പ്രൊഡക്റ്റ് അല്ലേ? അടിപൊളി. മാംഗോ പിക്കിള് തീരുന്നില്ല.
2 മിക്സഡ് ഫ്രൂട്ട് ജാം, അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ട്രോബെറി ജാം. ഇത്രയും സംഭവങ്ങളാണ്. ഇതാണ് അല്ല, ഞാൻ വിചാരിച്ചു ക്രിസ്മസ് ആയിട്ടുള്ള കേക്കൊക്കെ ഉണ്ടല്ലോ, പക്ഷെ ഇതിനെ കേക്കിനേക്കാളൊക്കെ വെല്ലുന്നില്ലേ? അതാണ് അടിപൊളി. നമുക്കിപ്പം ഡയറ്റും ഒക്കെ നോക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇപ്പം 0 ഷുഗർ, ഹൈ പ്രോട്ടീൻ ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഹാപ്പിയുടെ തന്നെ സ്പെഷ്യൽ ഹൈ പ്രോട്ടീൻ ആൻഡ് 0 ഷുഗർ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സ്പെഷ്യൽ പീനട്ട് ബട്ടർ ക്രഞ്ചി, നോ ആഡഡ് ഷുഗർ ആണ്, പ്ലസ് ഹൈ പ്രോട്ടീൻ ആണ്. ഇത് വർക്കൗട്ടിന് ശേഷം ഒരു സ്കൂപ്പൊക്കെ നമ്മൾ കഴിക്കുമല്ലോ, തീർച്ചയായിട്ടും അതും നമ്മൾ സ്പെഷ്യലി തരുന്നതാണ്. ഇത് എനിക്ക് ഇത് എല്ലാത്തിനേക്കാളും ആവശ്യമാണിത് അല്ലേ? ഇത് കഴിക്കും. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സിനിമകൾക്ക് എല്ലാവർക്കും എല്ലാ സിനിമകൾക്കും ഓൾ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ 28-ാം തീയതി ഷൂട്ട് തുടങ്ങാൻ പോകുന്നു. അതൊരു പകുതിയൊക്കെ ആകുമ്പോഴായിരിക്കും അതിൻ്റെ പൂജ. ആ ടൈമിൽ നമ്മളെല്ലാവരെയും അറിയിക്കുന്നതായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അറിയിക്കും. ഓക്കെ, നിങ്ങളൊക്കെ നമ്മുടെ കൂടെ എന്നും എപ്പോഴും ഉണ്ട്. മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എന്നെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മാധ്യമമാണ്. അതെ, എല്ലാ നന്മകളും നേരുന്നു. പിന്നെ എല്ലാവർക്കും അതെ ഹാപ്പി ക്രിസ്മസ്. അതെ, ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ് എല്ലാവരും അടിച്ചു വിളിക്കുക. ന്യൂ ഇയറും അതെ കേട്ടോ. അപ്പോൾ താങ്ക് യു. ശരി മിസ്റ്റർ ശ്യാംകുട്ട, എന്താണ് വിശേഷങ്ങൾ? ഹാപ്പി ക്രിസ്മസ്. ആദ്യം തന്നെ കേറട്ടെ. ഓ, ഇവിടെ ഓൾറെഡി സെലിബ്രേറ്റ് ചെയ്ത് വെച്ചേക്കാണോ ക്രിസ്മസ്? ക്രിസ്മസ് സെലിബ്രേഷൻ ഓൾറെഡി ആയി കഴിഞ്ഞു അല്ലേ? അതെ അതെ. ആഹാ, നിങ്ങളുടെ സെക്കൻഡ് ക്രിസ്മസ് ആണോ ഫസ്റ്റ് ക്രിസ്മസ് ആണോ? തേർഡ് ക്രിസ്മസ്. ഇവിടെ ഇരിക്കാമല്ലോ. അപ്പോൾ പറയൂ, ഈ ക്രിസ്മസ് സ്പെഷ്യൽ പറയൂ. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ഷൂട്ടിലായിരുന്നു, ഹൈദരാബാദിലായിരുന്നു, തെലുങ്ക് പടത്തിന്റെ ഷൂട്ടായിരുന്നു. ഹൈദരാബാദിൽ തന്നെ? ഹൈദരാബാദ് ഒരു ലക്കി പ്ലേസ് ആണ്. ശരിക്കും ഭയങ്കര പേഴ്സണലി എനിക്ക് അങ്ങനെ ലക്കി പ്ലേസ് ആയിട്ട് തോന്നുന്നു 1-2 സ്ഥലങ്ങൾ. കൊച്ചി, ബോംബെ. ഞാൻ 5 വർഷം ബോംബെയിലായിരുന്നല്ലോ. ബോംബെ ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പൊ പ്രേമലിന് ശേഷം ഹൈദരാബാദ് ഭയങ്കര ലക്കി സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ക്രിസ്മസ് ഗിഫ്റ്റ് തരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹാപ്പിയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാപ്പിയുടെ സ്പെഷ്യൽ ശ്യാം. ശരിക്കും ഓക്കെ, ഇത് എത്രാമത്തെ ഗിഫ്റ്റാണ് ക്രിസ്മസിന്? അങ്ങനെയൊന്നുമില്ല ആണല്ലേ? എന്താ ഫസ്റ്റ് ഗിഫ്റ്റ് എന്തെങ്കിലും പറഞ്ഞു? ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ? ഒരു കുപ്പി കിടക്കുന്ന ശബ്ദം കേട്ടോ. എന്തായിരിക്കും? ജാമാണോ? ഹാപ്പി ജാം എന്നാണല്ലോ മനസ്സിൽ ഓർക്കുന്നതല്ലേ? പക്ഷെ ജാം മാത്രമല്ല, അതാണ്. നമുക്കൊന്ന് നോക്കാം അല്ലേ? അതെ. ഓഹോ, ക്രീമി ക്രഞ്ചി പീനട്ട് ബട്ടർ. ശ്യാം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളും കൂടെ ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂട്ടത്തിൽ ഇതേ ഗ്രീൻ ചില്ലി സോസ്, യെസ്, ടൊമാറ്റോ സോസ്. ഒരു സെയിൽസ്മാനൊക്കെ വരുന്ന പോലെ അല്ലേ? ചേട്ടാ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം. ഇതുപോലെ വരുന്നത് ഞാൻ അവിടെ ഇനി ഒന്ന് വർക്കിന് പോയാലോ എന്ന് ആലോചിക്കുന്നു. ടൊമാറ്റോ കെച്ചപ്പ്, ഹോട്ട് ആൻഡ് സ്വീറ്റ് ജാം, അല്ല സോസ്, മിക്സഡ് ഫ്രൂട്ട് ജാം. അവിടെ വന്നവർ ചിരിക്കുന്നു കേട്ടോ. ഹാപ്പിയുടെ മാർക്കറ്റിംഗ് മാനാണ് ഞാൻ. ഓക്കെ, സ്ട്രോബെറി ജാം, പിക്കിൾ, ടെൻഡർ മാംഗോ. ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. പിന്നെ മാംഗോ പിക്കിൾ. ഒറ്റയടിക്ക് 2000 റുപ്പീസിന്റെ സാധനം കിട്ടിയിരുന്നു. അതെ, ലൈം പിക്കിൾ, ഗാർലിക് പിക്കിൾ. ഓ, വൈഫ് ഹാപ്പി. നമുക്ക് സ്പെഷ്യൽ ഹാപ്പിയുടെ ഒരു ഹൈ പ്രോട്ടീൻ ആൻഡ് വിത്തൗട്ട് ഷുഗർ പീനട്ട് ബട്ടറും കൂടെ നമ്മൾ തരികയാണ്. ഇറ്റ്സ് ക്രഞ്ചി ടു. ലക്കി. ഡെയിലി ഓരോ സ്പൂണിന്. ഹാപ്പി ജാംസിന്റെയും അവരുടെ ഒരു ക്രിസ്മസ് ഹാമ്പറാണിത്. ഹാമ്പേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്, പറയാതിരിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ഈ ബ്രാൻഡ് കണ്ടുള്ള ആൾക്കാരല്ലേ. അപ്പം അവരുടെ ഒരു ക്രിസ്മസ് ഹാമ്പറാണിത്. ഹാപ്പീൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഇതിൻ്റെ അകത്തുണ്ട്. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം അടിപൊളിയാണ്. അങ്ങോട്ടൊന്നും തരാനില്ല. അല്ല, അത് കുഴപ്പമില്ല. വന്നത് തന്നെയാണ് എനിക്കുള്ള ഏറ്റവും വലിയൊരു സംഭവം. ജിമ്മിലൊക്കെ പോകണല്ലേ അല്ലേ? അപ്പം പീനട്ട് ബട്ടർ, നമുക്ക് ബ്രെഡ്, പീനട്ട് ബട്ടർ, കുറച്ച് പഴം അരിഞ്ഞിട്ട് കഴിക്കുന്നത് ആക്ച്വലി നല്ലത്. അത് ഞാൻ കഴിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ ടു യു ടു. Happy Peanut Butter, a healthy source of protein.